ഒരു മാർപ്പാപ്പ മരിക്കുകയോ രാജിവെക്കുകയോ ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ കോൺക്ലേവ് ചേരുക. നിലവിൽ മാർപ്പാപ്പയുടെ മരണശേഷമാണ് തെരഞ്ഞെടുപ്പെങ്കിൽ 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് ചേരും. പാപ്പൽ കോൺക്ലേവ് എന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനം നടത്തിയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുക. ഇതിൽ 80 വയസ്സിൽ താഴെയുള്ള 138 കർദിനാളുകൾ രഹസ്യ വോട്ടെടുപ്പിലൂടെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കും. പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ 2/3 ഭൂരിപക്ഷം വേണം. ഈ പരിധി എത്തുന്നതുവരെ വോട്ടെടുപ്പ് തുടരും. ഓരോ റൗണ്ട് വോട്ടെടുപ്പ് കഴിയും തോറും ബാലറ്റുകൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കത്തിച്ചു കളയും. ഇത് കത്തിക്കുമ്പോൾ കറുപ്പോ വെളുപ്പോ ആയ പുക ഉയരുന്നു. കറുത്ത പുകയാണെങ്കിൽ തീരുമാനമായില്ല എന്നാണ് സൂചന. വെളുത്ത പുകയാണെങ്കിൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തു എന്നും മനസ്സിലാക്കാം. 2013 ബെനഡിക്ട് 16 രാജിവെച്ച് 12 ദിവസങ്ങൾക്ക് ശേഷമാണ് കോൺക്ലേവ് തുടങ്ങിയത്. കർദിനാളുകൾക്കിടയിൽ ഐക്യമുണ്ടെങ്കിൽ പുതിയ പോപ്പിനെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ആഴ്ചകളോളം എടുത്തേക്കാം. 2/3 ഭൂരിപക്ഷം നേടുന്നതിനായി കോൺക്ലേവിൽ ഓരോ ദിവസവും 4 റൗണ്ട് വോട്ടെടുപ്പ് വരെ നടക്കും. 33 റൗണ്ടുകൾക്ക് ശേഷവും തീരുമാനമെടുത്തില്ലെങ്കിൽ അവസാന റൗണ്ടിൽ എത്തുന്ന 2 പേർ തമ്മിലാകും മത്സരം. 1271 ഗ്രിഗറി 10 മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ പാപ്പൽ കോൺക്ലേവ് കടുത്ത രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം ഏകദേശം 3 വർഷമെടുത്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 252 കർദിനാൾമാരിൽ 138 പേർക്കാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ വോട്ടിംഗ് അവകാശം. ഇതിൽ 4 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസേലിയോസ് ക്ലീമിസ്, വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ജോർജ് ജേക്കബ് കൂവക്കാട്, ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആന്റണി പൂല, ഗോവ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നെരി അന്റോണിയോ സെബാസ്റ്റ്യാനോ, ഡോക്ടർ റൊസാരിയോ എന്നിവർക്കാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള നിയോഗം. മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് 80 വയസ്സ് കഴിഞ്ഞതിനാൽ സീറോ മലബാർ സഭയ്ക്ക് കോൺക്ലേവിൽ വോട്ടവകാശം ഉണ്ടാവില്ല. കർദിനാൾ ജോർജ് കൂവക്കാട് സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ചല്ല, സെന്റ് ആന്റോണിയോ ഡി പഡോവ ഡീക്കൻ എന്ന നിലയിലാവും കോൺക്ലേവിൽ പങ്കെടുക്കുക. മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യത്തെ കർദിനാളാണ്. 1960 കേരളത്തിൽ ജനിച്ച അദ്ദേഹം 1986 പൗരോഹിത്യം സ്വീകരിച്ചു. 2014-2018 കാലഘട്ടത്തിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. 2012 ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനായി 2013 നടന്ന കോൺക്ലേവിൽ വോട്ട് ചെയ്ത 117 കർദിനാൾമാരിലും അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. വത്തിക്കാനിലെ മതസൗഹാർദ്ദ ഡിക്കസ്ട്രിയുടെ പ്രീഫെക്റ്റായ കർദിനാൾ മാർ ജോർജ് കൂവക്കാട് നേരിട്ട് കർദിനാൾ പദവിയിലെത്തുന്ന ഇന്ത്യക്കാരനായ ആദ്യ വൈദികനാണ്. സീറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപത അംഗമാണ്. മാർപ്പാപ്പയുടെ യാത്രകളുടെ ചുമതലയുള്ള സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റുമായിരിക്കെ അപ്രതീക്ഷിതമായാണ് ജോർജ് ജേക്കബ് കൂവക്കാടിനെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്താനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വരുന്നത്. വത്തിക്കാൻ നയതന്ത്ര സർവീസിൽ ചേർന്ന മാർ കൂവക്കാട് അൾജീരിയ, ദക്ഷിണ കൊറിയ, മംഗോളിയ, ഇറാൻ, കോസ്റ്ററിക്ക എന്നിവിടങ്ങളിൽ അപ്പോസ്തലിക് നൂൻഷ്യയുടെ സെക്രട്ടറിയായിരുന്നു. കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ പ്രസിഡന്റും ഗോവ ദാമൻ ആർച്ച് ബിഷപ്പുമായ ഫിലിപ്പെ നെരി ഫെറോവെ കോൺക്ലേവിന്റെ ഭാഗമാകും. 1953 ഗോവയിലെ അല്ലോണയിൽ ജനിച്ചു. 2022 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാളായി പ്രഖ്യാപിച്ചത്. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ള ശ്രമങ്ങളാൽ ശ്രദ്ധേയനാണ് അദ്ദേഹം. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ദളിത് ആർച്ച് ബിഷപ്പായ കർദിനാൾ ആന്റണി പൂല ഹൈദരാബാദിലെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പാണ്. 1961 ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. 2022 ഓഗസ്റ്റിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചു. 2022 വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ദാരിദ്ര്യം കാരണം 7ാം ക്ലാസ്സിന് ശേഷം സ്കൂൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നുവെന്നും എന്നാൽ മിഷണറിമാർ തന്റെ വിദ്യാഭ്യാസത്തിന് സഹായിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതിനു ശേഷം അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാൻ സന്നദ്ധനാണോ എന്ന് ഔദ്യോഗികമായി ചോദിക്കും. മാർപ്പാപ്പയാവാൻ സമ്മതിക്കുകയാണെങ്കിൽ മുൻപുള്ള വിശുദ്ധന്മാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് സ്വന്തം പേരായി തിരഞ്ഞെടുക്കണം. പിന്നീട് ആ പേരിലായിരിക്കും അറിയപ്പെടുക. ഇതേ തുടർന്ന് മുതിർന്ന കർദിനാൾ ഡീക്കൺ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിൽ ഹാബമസ് പാപ്പം എന്ന് വിളിച്ചു പറയും. നമുക്കൊരു പോപ്പുണ്ട് എന്നാണ് ഇതിനർത്ഥം. തൊട്ടു പിന്നാലെ പുതിയ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തന്റെ അനുയായികളെ അഭിവാദ്യം ചെയ്യുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും.